പണ്ടിനോട് ആരെങ്കിലും വേൾഡിൽ ഇഷ്ടമില്ലാത്ത പ്ലേസ് വെച്ചാൽ ഞാൻ ഇന്ത്യ എന്നാ പറഞ്ഞിരുന്നത്. കാരണം വേറെ ഒന്നല്ല, ഇന്ത്യയിൽ ഫാഷൻ കുറവാണ്, ഫ്രീഡം കുറവാണ്, വൈറ്റ് സ്കിന്നുള്ള ആൾക്കാരില്ല, ഇതൊക്കെയായിരുന്നു റീസൺ. പക്ഷെ ഇന്നും എന്നോട് വേൾഡിൽ ഇഷ്ടമില്ലാത്തൊരു കൺട്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ സേ ഇന്ത്യ. പക്ഷെ റീസൺസ് മാറി. ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല, ഡെമോക്രസി ഇല്ല, പ്രോപ്പർ സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഇല്ല, റേപ്പ് കേസസ്, ചീറ്റിംഗ്, ബ്രൈബ്, കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റീസൺസ്. അന്നും ഇന്ന് ഇഷ്ടമില്ലാത്തൊരു പ്ലേസ് ഇന്ത്യ തന്നെ ആയിരുന്നു. പക്ഷെ റീസൺസ് എല്ലാം മാറിപ്പോയി. മോൾ പറഞ്ഞത് കറക്റ്റാണ്. പലർക്കും പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ ഇഷ്ടമല്ല. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇന്ത്യയിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് വിലയില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് ഒരു മുസ്ലിം രാജാവല്ല. മോളിപ്പോൾ പറഞ്ഞ റേപ്പ് കേസസ്, ഇന്ത്യ ആദ്യത്തെ 10 20 സ്ഥാനത്ത് പോലും ഇല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. ബ്രിട്ടനിൽ പോലും ഇന്ത്യൻ്റെ 4 ഇരട്ടി ബലാത്സംഗം നടക്കുന്നുണ്ട്. 1,00,000 പേരെടുത്ത് കഴിഞ്ഞാൽ അതിൽ കുവൈത്തിൽ 8 പേരാണെങ്കിൽ ഇന്ത്യയിൽ വെറും 2 പേര് മാത്രമേ ഉള്ളൂ. ഈ ബലാത്സംഗത്തിന്റെ കേസ് പറയുമ്പോൾ മോൾ ഇത്രയും വികാരാധീനയായി പറയുന്നുണ്ടല്ലോ. മോൾ മദ്രസകൾ ഇഷ്ടമല്ല എന്ന് പറയാറുണ്ടോ? മദ്രസകൾ ഇഷ്ടമല്ല എന്ന് പറയാറുണ്ടോ? മദ്രസകളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്നത്. ഒരേ ഒരു സിംഗിൾ എൻറ്റൈറ്റി എടുത്തു കഴിഞ്ഞാൽ മദ്രസകളിലാണ് ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്നത്. അതിനെപ്പറ്റി മോൾ പറയാറുണ്ടോ? ഇനി അടുത്തത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് മോളുടെ രാജ്യത്തിനെ പറ്റിയും പ്രധാനമന്ത്രിയെ പറ്റിയും രാഷ്ട്രീയത്തെ പറ്റി ഇന്ത്യനെ തന്നെ പറ്റിയും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞല്ലോ. സൗദി അറേബ്യയിൽ ഇപ്പോൾ ഇതേ കാര്യം ഒന്ന് പറഞ്ഞു നോക്കൂ. പറ്റി അവിടുത്തെ രാജാവിനെ പറ്റി അവിടുത്തെ രാഷ്ട്രീയത്തെ പറ്റി ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇതേ കാര്യം ഖത്തറിലാണെങ്കിൽ എന്ത് സംഭവിക്കും? മോളുള്ളിൽ പോകും. മോളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറിൻ്റെ പിന്നിൽ പോലും അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്നിട്ട് പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന്. ഒരു കാര്യം വ്യക്തമാണ്, ഈ അഭിപ്രായം ഇവിടുത്തെ സാഹചര്യങ്ങൾ നോക്കി, ഇവിടുത്തെ അവസ്ഥ നോക്കി, ഇവിടുത്തെ രാഷ്ട്രീയം നോക്കി ഒന്നും വന്ന അഭിപ്രായമല്ല. മോളുടെ ഉള്ളിലുള്ള മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വെറുപ്പ് ഇന്ത്യയുടെ മേലെയായി മാറുന്നതാണ്. BJP യോടുള്ള വെറുപ്പ്, മോദിയോടുള്ള വെറുപ്പ്, ഇതൊക്കെ ഈ രാജ്യത്തോട് തന്നെയുള്ള വെറുപ്പായി മാറുമ്പോൾ വരുന്ന ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണിത്.